നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടിക ബീച്ച് പാർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ സായാഹ്ന ധർണ. തൃശ്ശൂരിൽ നടക്കുന്ന സ്ത്രീ ശക്തി സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ മോർച്ച സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ യാത്രയ്ക്ക് ട്രിപ്പുകാർ സ്വീകരണം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ജലവിഭവ സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആശയവിനിമയ ശില്പശാല സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നാട്ടിക ബീച്ചിൽ ശോചനീയാവസ്ഥയിലായ പാർക്ക് നാട്ടിക പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണികൾ തീർത്ത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ തയ്യാറാകണമെന്ന് DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്. പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ബീച്ചിൽ നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CM നൌഷാദ്. നമുക്കറിയാം, ഉലകം ചുറ്റും വാലിബനെ പോലെ ആലിബാബയും 41 കള്ളന്മാരും നടക്കുന്നത് പോലെ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ തകർക്കുന്ന രീതിയിൽ എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് 20 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ 40 ദിവസം കാസർഗോഡ് ആരംഭിച്ച നവകേരളം എന്ന് പറയുന്ന 7.5 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇപ്പോഴാണ് നവകേരളം, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ 7.5 കൊല്ലം ഭരിച്ചവർക്ക് കേരളത്തെ നോക്കാൻ കഴിഞ്ഞില്ല. 8 വർഷം മുൻപ് DTPCയുടെ നേതൃത്വത്തിൽ നാട്ടിക ബീച്ചിൽ പണിത പാർക്ക് തകർന്ന് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കോടികൾ ചെലവാക്കി പണിത പാർക്കിൻ്റെ നിർമ്മാണ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും MLA നാട്ടിക ബീച്ചിനോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും പാർക്കിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി പാർക്ക് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ MLA തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കോൺഗ്രസ് MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും CM നൌഷാദ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ബീച്ചിൽ സ്മാരകമായി നിൽക്കുന്ന പാർക്കിന് മുൻപിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ CG അജിത് കുമാർ, CS മണികണ്ഠൻ, TV ഷൈൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, മത്സ്യത്തൊഴിലാളി നേതാക്കളായ PC ജയപാലൻ, ബാബു പനക്കൽ, ജയ സത്യൻ, വാർഡ് മെമ്പർ KR ദാസൻ, AB ഹരിലാൽ എന്നിവർ സംസാരിച്ചു. റീന പത്മനാഭൻ, KV സുകുമാരൻ, സുബ്രഹ്മണ്യൻ PM, ബിന്ദു പ്രദീപ്, KK വാസു, CK മണികണ്ഠൻ, ഹേമലത പ്രേമൻ, ജീജ ശിവൻ, കമല ശ്രീകുമാർ, PC മോഹനൻ പുലാക്കപ്പറമ്പിൽ, കണ്ണൻ പനക്കൽ, അഭിഷേക് ചളിങ്ങാട്ട്, രഘു നായരിശ്ശേരി, ലളിത മോഹൻദാസ്, ഷൺമുഖൻ, കുട്ടൻ UK, പത്മിനി എന്നിവർ പങ്കെടുത്തു. സംഗീതാസ്വാദകർക്ക് സ്വരരാഗ താളലയങ്ങളുടെ മാസ്മരികത സമ്മാനിച്ച് മ്യൂസിക്കൽ നൈറ്റ്. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് ശനിയാഴ്ച മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറിയത്.
കടുവ സിനിമയിലെ പാലാപ്പള്ളി ഗാനം ഫെയിം അതുൽ നറുകരയുടെ നേതൃത്വത്തിൽ നടന്ന മ്യൂസിക്കൽ നൈറ്റ് ബീച്ചിനെ ജനസാഗരമാക്കി. രാവിലെ പഞ്ചകർമ്മ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, വൈകിട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. മണപ്പുറം സമീക്ഷയുടെ നേതൃത്വത്തിൽ കാരമുക്കിൽ സംഘടിപ്പിച്ച ചെറുകഥാ ക്യാമ്പിന്റെ സമാപന സമ്മേളനം MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിഗൂഢവും ആഴമേറിയതുമായ അർത്ഥങ്ങളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്ത് എന്ന് പറയുന്നത് മാണ്ഡൂക്യ ഉപനിഷത്താണ്. അപ്പോൾ മാണ്ഡൂക്യ ഉപനിഷത്തിനെ കുറിച്ച് അനേകം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 100 പേജിലും 200 പേജിലും 500 പേജിലും ഒക്കെ. പക്ഷെ ആ മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ സത്തയെ ഒരു 10-12 ശ്ലോകങ്ങളിലായിട്ടൊരു മഹാഗുരു നിങ്ങളുടെ മുമ്പിൽ തന്നു. അതിനെയാണ് നമ്മൾ ദൈവദശകം എന്ന് പറഞ്ഞത്. അതിനേക്കാൾ മഹത്തായതോ അതിനേക്കാൾ വലിയതായിട്ടുള്ളതോ ആയ ഒരു വ്യാഖ്യാനവും ഇന്നേ വരെ മാണ്ഡൂക്യത്തിനെ കുറിച്ച് ഇറങ്ങിയിട്ടില്ല എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇതേ കാര്യം എൻ്റെ വേറൊരു ഗുരുതുല്യനായിട്ടുള്ളൊരു വ്യക്തിയോട്, താമറ്റൂർ ശിവശങ്കരൻ നായർ എന്ന് പറയും, അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ സമൂഹത്തിൻ്റെയും ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഏറ്റവും വലിയ ദൗർഭാഗ്യങ്ങളിലൊന്ന് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ വിശ്വഗുരുവിൻ്റെ ആ വലിയ സിംഹാസനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചിറക്കി ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒരു കള്ളറയിൽ കൊണ്ടുവന്നതാണ് ഇന്ത്യ ചെയ്ത മഹാപാപം. മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് VN രണദേവ് അധ്യക്ഷത വഹിച്ചു. VR സുധീഷ്, VG തമ്പി, VK ദീപ, ഫ്രാൻസിസ് നറോണ, സന്തോഷ് ചിക്കാനം, സത്യനന്ദിക്കാട് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്യാമ്പ് അംഗങ്ങളുമായി സംവദിച്ചു. സെക്രട്ടറി TS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, TR ഹാരി, PD ഷാജി, TV സുഗതൻ, ടോളി വിനീഷ്, ദൃശ്യ എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് ലയൺസ് ക്ലബ്ബ് 4ാം വാർഷികവും പുതുവർഷാഘോഷവും ചാർട്ടേഡ് ഡേയും കുടുംബസംഗമവും ആഘോഷിച്ചു. ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി അനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺസ് സന്തോഷ് കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MA ദാസൻ, ക്യാബിനറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ, തോമസ്, ചാർട്ടർ പ്രസിഡന്റ് ദിനേശൻ, വേണു വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ്ബിലെ 70 വയസ്സിന് മുകളിലുള്ള അംഗങ്ങളെ ഗവർണർ ആദരിച്ചു. പുതുതായി ക്ലബ്ബ് അംഗത്വം നേടിയവരെ ഗവർണർ ഇൻഡക്ഷൻ നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയും ഗാനമേളയും അരങ്ങേറി. ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ DGയുടെ പ്രൊജക്ടിനെ പറ്റിയിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. DG നമുക്ക് കാണിച്ച് വിഭാഗം ചെയ്ത് തന്ന ഹങ്കർ പ്രൊജക്ട്, അതുപോലെ എൻവയോൺമെന്റ്, ഡയബറ്റിക്, വിഷൻ, ചൈൽഡ്ഹുഡ് ക്യാൻസർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ DG നമുക്ക് വിഭാവനം ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിന്റെ ഒരുപാട് എല്ലാ പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ ഓൾറെഡി പ്രൊജക്റ്റുകൾ നമ്മൾ നടത്തിക്കഴിഞ്ഞതാണ്. 39 വർഷത്തെ സേവനത്തിന് ശേഷം പഴുവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിരമിക്കുന്ന വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘുമാരാർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജൻ ചൂണ്ടാലത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഈ 23 ഡിസംബർ അവസാനിക്കുന്ന ഡിസംബറിന്റെ കൊഴിച്ചിലൂടെ 2023 അവസാനിക്കുകയാണ്. അതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം രഘുമാരൻ ഇവിടെ പഴുവിൽ എന്ന ഗ്രാമത്തിൽ ഈ ക്ഷേത്രത്തിൽ നിന്നും രഘുമാരാർ, ഞാൻ തൊട്ടപ്പുറത്ത് തൊട്ടിപ്പാളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ, AC ഓഫീസിൽ നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ സ്വപ്ന, അങ്ങനെ ഒരുപാട് പേര് വിടവാങ്ങുകയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന വലിയ കുടുംബത്തിൽ നിന്നും അവരുടെ സേവനം അവസാനിപ്പിച്ച്
വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 37 വർഷമായി ഈ പഴുവിൽ രഘുമാരാർ ക്ഷേത്രത്തിന് വേണ്ടി സംബന്ധിയായി ജോലിയെടുക്കുന്നു. എത്ര വർഷം നോക്കും? 37 വർഷം. ഒരു പുരുഷായുസ്സിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടം. തന്റെ കൗമാരവും യുവത്വവും ഈ ക്ഷേത്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം സമർപ്പിച്ചത്. പഴുവിൽ രഘുമാരാർ ഒരുപക്ഷെ കേരളത്തിന്റെ ഭൂപടത്തിൽ പഴുവിൽ എന്ന ഗ്രാമം തന്നെ അടയാളപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. പഴുവം ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉപഹാര സമർപ്പണം നടത്തി. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, ട്രഷറർ EC അനിൽ, രക്ഷാധികാരി MK ബാബുരാജ്, അന്തിക്കാട് പത്മനാഭൻ, ഗോപൻ പഴുവിൽ, മാതൃവേദി പ്രസിഡന്റ് വിജയ വള്ളൂക്കാട്ടിൽ, നീതു പ്രദീപ്, ഹരിദാസൻ എമ്പ്രാന്തിരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഴുവം ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വനിതാ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ജനുവരി 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ പങ്കെടുക്കുന്ന സ്ത്രീശക്തി സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ മോർച്ച സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ യാത്രയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. മഹിളാ മോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം സംസ്ഥാന സെക്രട്ടറി രൂപ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ കുമാരി രാഗേന്ദു, MP അഞ്ജന, നവ്യ ഹരിദാസ്, ഷൈമ ബാനോത്ത്, മണ്ഡല സെക്രട്ടറി രശ്മി ഷിജോ, നിഷ പ്രവീൺ, ഭഗിനി സുനിൽ, ശ്രുതി ധനീഷ്, സ്മിത മധു, ബിന്ദു സുധീർ എന്നിവർ സംസാരിച്ചു. അദ്ദേഹം ഭരണത്തിലെത്തുന്ന നിമിഷം മുതൽ തന്നെ സ്ത്രീ ശാക്തീകരണമാണ് ഭാരതത്തിൻ്റെ ഉത്കൃഷ്ടതയ്ക്ക് അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിനവും സ്ത്രീകളുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ 5 കാര്യങ്ങളായിരുന്നു 2014 അധികാരത്തിലെത്തുന്ന സമയം അദ്ദേഹം പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള മഹിളാ സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ മോർച്ച വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ നടത്തി. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിന്ധു മദനൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ രമേശ്, ജനറൽ സെക്രട്ടറി ജലജ രമേശ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം J രമാദേവി, BJP മണ്ഡലം സെക്രട്ടറി ശാലിനി ജിനീഷ്, മുതിർന്ന പ്രവർത്തകരായ ഷീജ കാർത്തികേയൻ, കല, സുമ നാരായണൻ, വിലാസിനി, ലിനി ലതീഷ്, സാൻഡി ബിജു, അഞ്ജു ഹരീഷ്, സുശീല സുബ്രൻ എന്നിവർ നേതൃത്വം നൽകി. സമാപന യോഗം BJP മണലൂർ മണ്ഡലം പ്രഭാരി ജോഷി ബ്ലാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2023-24 സാമ്പത്തിക വർഷത്തെ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് വാടാനപ്പള്ളി പഞ്ചായത്ത് EMS ഹാളിൽ സംഘടിപ്പിച്ചു. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി AN തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, തൊഴിലുറപ്പ് പ്രവർത്തകർ, കർഷകർ, ലൈഫ് ഗുണഭോക്താക്കൾ, തൊഴിലുറപ്പ് ഗുണഭോക്താക്കൾ, കുടുംബശ്രീ CDS ADS അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ CV ജോസ് പബ്ലിക് ഹിയറിംഗ് അധ്യക്ഷനായി. സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ശ്രുതിമോൾ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദിവസം 6 മാസത്തെ 4-5 മാസത്തെ കുടിശ്ശിക നമുക്ക് കിട്ടാനുണ്ടായിരുന്നു. കുറച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പട്ടിണിയിൽ നിന്ന് മാറാൻ നമുക്ക് സാധിച്ചു. അത് 100% ഉറപ്പായ കാര്യമാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് തിറവെള്ളാട്ട് മഹോത്സവം 2ാം ദിവസമായ ശനിയാഴ്ച രാവിലെ വിഷ്ണുമായ സ്വാമിക്ക് കളംപാട്ട് നടന്നു.
വൈകുന്നേരം ദീപാരാധനയും ശോഭു ആലത്തൂർ നയിച്ച തായമ്പകയും RLV ദിവ്യ, RLV രേഖ എന്നിവർ അവതരിപ്പിച്ച നൃത്തവിരുന്നും അരങ്ങേറി. തുടർന്ന് ഗരുഡ സന്നിധിയിലേക്ക് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ സപരിവാരങ്ങളോടെയുള്ള ഘോഷയാത്രയും കോട്ടയം ഐശ്വര്യ കലാസമിതിയുടെ ഗരുഡ നൃത്തവും നടന്നു. കലാകാരൻ കലാസമിതിയുടെ ശിങ്കാരിമേളവും പഞ്ചവാദ്യ നാദസ്വരവും, ചെമ്മണ്ണൂർ തപസ്യയുടെ തെയ്യാട്ടം, പൂജാ കലാസമിതിയുടെ ബൊമ്മലാട്ടം, പുലിക്കോഴി, കരടികളി എന്നിവയും ബാബു ചേലൂരിൻ്റെ പ്രമാണത്തിൽ പാണ്ടിമേളവും രാത്രി വിഷ്ണുമായ ചരിതം കഥകളിയും ഉണ്ടായിരുന്നു. എടമുട്ടം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രഥമ ക്രിസ്മസ് പുതുവത്സര കുടുംബ സംഗമ ആഘോഷം എടമുട്ടം കമ്മാറ ഓഡിറ്റോറിയത്തിൽ വെച്ച് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുജിന്ത് പുല്ലാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ, ട്രഷറർ CC സുഖാദിയ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സീന മണികണ്ഠൻ, ബെന്നി ആലപ്പാട്ട്, മുരളി തയ്യിൽ, ക്ലെമന്റ് KJ, പവിത്രൻ കരയാവട്ടത്ത്, ഷിജു തയ്യിൽ, നരേന്ദ്രൻ കൊല്ലാറ, ജോൺസൺ KT എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സൗഹൃദ അത്താഴവിരുന്നും വർണ്ണമഴയും അരങ്ങേറി. അതുപോലെ തന്നെ പുതിയ വർഷത്തിൻ്റെ തുടക്കം വെച്ചുകൊണ്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒരു സമ്മേളനം ഇവിടെ നടക്കുകയാണ്. തുടക്കത്തിൽ തന്നെ ചില കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ആ കുഴപ്പങ്ങളൊക്കെ തീർത്തിട്ട് വേണം നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വലപ്പാട് പ്രദേശത്തെ, നമ്മുടെ വലപ്പാട് പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനത്തിൽ നമ്മുടെ കലാ സാംസ്കാരിക രംഗം പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ മാതൃകപരമായി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് വലപ്പാട് ഗ്രാമത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ മനസ്സിൽ കയറി വന്ന പ്രധാനപ്പെട്ട ആശയം. ഇടവേള. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 7 വരെ ആഘോഷിക്കും. ജനുവരി 1 മുതൽ ജനുവരി 3 വരെ രാവിലെ സംഗീതോത്സവവും വൈകിട്ട് നൃത്തോത്സവവും നടക്കും. ജനുവരി 1 ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവം പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 3 വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. രാത്രി തൃശൂർ ജില്ലയിൽ ആദ്യമായി സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസിയും ഡ്രംസ് മാന്ത്രികൻ ശിവമണിയും ഒന്നിക്കുന്ന ഫ്യൂഷൻ ഷോയും പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ, അമൃത സുരേഷ്, ഇന്ദുലേഖ വാര്യർ എന്നിവർ ചേർന്ന് ആലപിച്ച കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തിഗാന ആൽബം ആലാപനവും പ്രകാശനവും നടക്കും. ജനുവരി 5 നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ സിനിമാ സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും. ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് കാനാടിക്കാവിന്റെ സ്നേഹാദരം നൽകും. രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം നടക്കും. ജനുവരി 6 രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് തിരുവമ്പാടി മഠത്തിലവരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും. ജനുവരി 7 രാവിലെ 9:30 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു.
ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാ കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ജലവിഭവ സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആശയവിനിമയ ശില്പശാല സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാണരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ഭൂവിനിയോഗ ബോർഡ് സോയിൽ സയൻസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺജിത്ത് P പദ്ധതി വിശദീകരണം നടത്തി. ഹൈഡ്രോളജിയോളജി വകുപ്പിലെ ബാലു ജേക്കബ് ഏങ്ങണ്ടിയൂർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ, ബ്ലോക്ക് മെമ്പർമാരായ V കല, ബഗീഷ് പൂരാടൻ എന്നിവർ സംസാരിച്ചു. നാട്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത, നാട്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ എന്നിവരും പങ്കെടുത്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചയിൽ ഭൂവിനിയോഗ ബോർഡ് ജിയോളജിക്കൽ അസിസ്റ്റന്റ് അനന്തൻ, K ദിലീപ്, പഞ്ചായത്തുകളിലെ റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയവർ മോഡറേറ്റർമാരായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ 5 പഞ്ചായത്തിലെയും കിണറുകൾ, തോടുകൾ, കുളങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും പരിപാലനത്തിനുമായുള്ള പദ്ധതി രേഖ തയ്യാറാക്കുകയാണ് പ്രൊജക്ടിൻ്റെ ലക്ഷ്യം. TA ഗോപാലൻ അനുസ്മരണ സമ്മേളനം നടന്നു. കോതകുളം ഡിസ്കോ സെന്ററിൽ നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. പറയുന്ന ഉത്തമനായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റിനെ ഓർക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് പോരാട്ടത്തിന് ഊർജമാക്കി മാറ്റേണ്ടത് എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു അനുസ്മരണ യോഗം നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പൂർവ്വചരിത്രം അത് ത്യാഗങ്ങളുടെയും നിരവധിയായിട്ടുള്ള പോരാട്ടങ്ങളുടേതുമാണ് എന്ന് കേരളത്തിൻ്റെ ചരിത്രം വായിച്ച മുഴുവൻ പേർക്കും ബോധ്യമാകുന്നതാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ട വീര്യത്തെയും അതിൻ്റെ ദുർഘടകങ്ങളായിട്ടുള്ള സഞ്ചാരപഥങ്ങളെയും സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം വായിക്കേണ്ടതില്ല, കേരളത്തിൻ്റെ ചരിത്രം വായിച്ചാൽ മതി. കാരണം കേരളം അങ്ങനെ ഉണ്ടാക്കിയെടുത്തത് ഈ ലോകത്തിന് മാതൃകയാകുന്ന ഒരു ഭൂപ്രദേശമായിട്ട് മാറ്റി തീർത്തത് കേരളത്തിലെ പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പോരാട്ടം തന്നെയാണ്. വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി EK തോമസ് പതാക ഉയർത്തി. MR സത്യൻ അധ്യക്ഷനായി. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VR ബാബു, PA രാമദാസ്, TS മധുസൂദനൻ, ഏട്ടമുട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK ജിനേന്ദ്രബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്,
കെ കിഷോർ, ടി കെ രാഗേഷ് എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് 139 ജന്മദിനാചരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറിമാരായ PK ഉസ്മാൻ, സുഗന്ധിനി ഗിരീഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് IP പ്രഭാകരൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി AT അബ്ദുള്ള, മണ്ഡല ഭാരവാഹികളായ CM രഘുനാഥ്, MT റഫീഖ്, പരമേശ്വരൻ തിരിയാടത്ത്, AA മുഹമ്മദ്, രാഘനാഥൻ വൈക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. 70 വയസ്സ് കഴിഞ്ഞ പഴയകാല നേതാക്കളെയും പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. പെരിങ്ങോട്ടുകര താന്യത്തുമഠം സർപ്പക്കാവിലെ ആയില്യം ഉത്സവം ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ രക്ഷസിനും ഭഗവതിക്കും പൂജ, നാഗങ്ങൾക്ക് പാലുനൂറും കൊടുക്കൽ, വൈകിട്ട് നാഗയക്ഷിക്കളം, പുള്ളുവൻപാട്ട് എന്നിവ നടന്നു. ഞായറാഴ്ച വൈകിട്ട് ചുറ്റുവിളക്ക്, ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്, തോറ്റംപാട്ട് എന്നിവയാണ് ചടങ്ങുകൾ. അന്നദാനവും ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് 200-ൽ പരം സംഗീതജ്ഞർ ഒരുമിച്ച ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം വേറിട്ടൊരനുഭൂതിയായി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം നടപ്പുരയിൽ തിറവെള്ളാട്ട് മഹോത്സവത്തിൻ്റെയും കഴിഞ്ഞ 31 ദിവസമായി നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിൻ്റെയും സമാപനമായി ദേവസ്ഥാനം നടപ്പുരയിലാണ് പഞ്ചരത്ന കീർത്തനാലാപനം നടന്നത്. സൗരാഷ്ട്ര രാഗത്തിൽ ശ്രീ ഗണപതി നീ എന്ന കൃതിയിൽ ആരംഭിച്ച് നാട്ട, ഗൗള, ആരഭി, വരാളി, ശ്രീ മുതലായ രാഗങ്ങളിൽ ത്യാഗരാജസ്വാമികൾ 350 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചു വച്ച കൃതികളാണ് അവതരിപ്പിച്ചത്. വെച്ചൂർ ശങ്കർ, സത്യമൂർത്തി, കൊച്ചി വിശ്വനാഥൻ, ഡോക്ടർ പ്രഭാവതി, ഡോക്ടർ അങ്ങാടിപ്പുറം ശ്രീദേവി, മധു പരമേശ്വരൻ, ചോറ്റാനിക്കര അജയകുമാർ എന്നിവരുടെ വായ്പാട്ടിലും ഏങ്ങണ്ടിയൂർ പ്രതാപൻ പുല്ലാങ്കുഴലിലും, ഇടപ്പള്ളി ജയമോഹനൻ, കലാമണ്ഡലം ശ്രീരാജ് എന്നിവർ വയലിനിലും, ഡോക്ടർ പാലക്കാട് ജയകൃഷ്ണൻ, കോട്ടയം മനോജ് എന്നിവർ മൃദംഗത്തിലും, ശ്രീജിത്ത് മനഴി, ഇരിഞ്ഞാലക്കുട മുരളീധരൻ ഗഞ്ചിറയിലും, ജി മനോഹർ, തൃപ്പൂണിത്തറ ഗോപാലകൃഷ്ണൻ എന്നിവർ ഘടത്തിലും, തൃപ്പൂണിത്തറ അയ്യപ്പൻ മുഗർശംഖിലും പക്കമൊരുക്കി. രാവിലെ വിഷ്ണുമായ മഹാരൂപക്കളവും ഉച്ചയോടെ നൃത്ത ദർശനവും ഉണ്ടായിരുന്നു.
മണലൂർ കുറുവങ്ങാട്ടിൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ തോറ്റംപാട്ട് പൂരമഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. 5 ദിവസങ്ങളായി നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കാർത്തികേയൻ കുറുവങ്ങാട്ടിൽ കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച രാവിലെ നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, മലർനിവേദ്യം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം മുത്തപ്പന്മാർക്കും വീരഭദ്രസ്വാമിക്കും കരിങ്കുട്ടിസ്വാമിക്കും രൂപക്കളവും കളമ്പാട്ടും നടന്നു. ശനിയാഴ്ച വൈകിട്ട് 3 ഗജവീരന്മാർ അണിനിരുന്ന പൂരം എഴുന്നള്ളിപ്പും തുടർന്ന് ശ്രീഭദ്രകാളിക്ക് രൂപക്കളവും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് അജീഷ്, സെക്രട്ടറി ഷിജു, ട്രഷറർ കെ ശശി, ജനറൽ കൺവീനർ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക സെയിൻറ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ഉണ്ണിമിശിഹായുടെയും ദർശനത്തിൻ്റെയും 193ാമത് തിരുനാളിനോടനുബന്ധിച്ച് ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഇതിൻ്റെ ഭാഗമായി തിരുനാൾ പ്രസിദ്ധന്തിമാർ മതബോധന ഹാളിൽ നിന്നും പ്രദക്ഷിണമായി പള്ളിയിലെത്തിച്ചേരുകയും തിരുനാൾ പ്രസിദ്ധന്തി വാഴ്ചയെ തുടർന്ന് ലതീഞ്ഞും നൊവേന ദിവ്യബലിയും നടന്നു. തുടർന്ന് അന്തിക്കാട് SI ഹരി ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ കുര്യളാനിക്കൽ, ഫാദർ ജോസ് കണ്ണനായ്ക്കൽ, കൈക്കാരൻ ഷാജു മാളിയേക്കൽ, ജനറൽ കൺവീനർ ജിമ്മി ടിയർ, പബ്ലിസിറ്റി കൺവീനർ ആൻഡോ തൊറയൻ, കൈക്കാരന്മാരായ AP ജോസ്, വില്ലി പട്ടത്താനം, ജിയോ കെ മാത്യു, ദീപാലങ്കാരം കൺവീനർ EC പോൾ എന്നിവർ സംസാരിച്ചു. വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജോസഫ് AC, ജോയ് AV, ജോയ് വടക്കൻ, ലിജോ പുലിക്കോട്ടിൽ, വർഗീസ് കുരുതുകുളങ്ങര, ജോർജ് ചിറമൽ മഠംപടി, ചാക്കോ കാഞ്ഞിരപ്പറമ്പിൽ, ജോജി മാളിയേക്കൽ, ഫ്രാൻസിസ് കുരുതുകുളങ്ങര, ഇഗ്നീഷ്യസ് TF, പോൾ പുറത്തൂർ, സജോ വി പുത്തൂർ, മൈക്കിൾ PV, വിൻസെന്റ് മാങ്ങൻ, ആന്റണി പുത്തൂർ, ഡേവിസ് PP എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. രാവിലെ ലതീഞ്ഞ്, വിശുദ്ധ കുർബാന, നൊവേന, തിരുനാൾ പ്രസിദ്ധന്തി, തുടർന്ന് തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് റവറൻ ഫാദർ ജോയ് മൂക്കൻ കാർമ്മികനായിരുന്നു. വലപ്പാട് സെൻറ്റ് അൽഫോൺസ് ആശ്രമ സുപ്പീരിയർ റവറൻ ഫാദർ ചെറിയാൻ മാളിയേക്കൽ സന്ദേശം നൽകി. CMI റവറൻ ഫാദർ ജെറിൻ തറയിൽ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് വൈകിട്ട് പ്രദക്ഷിണ കുർബാന, തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ പ്രവാസി കൂട്ടായ്മയുടെ തിരുമുറ്റ ബാൻഡ് വാദ്യം എന്നിവ നടന്നു. Thank you.
മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിലെ സെന്റ് ജോൺ, സെന്റ് ജോസഫ്, ഹോളി ഫാമിലി യൂണിറ്റുകളുടെ സംയുക്ത വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തിരുനാൾ കമ്മിറ്റി കൺവീനർ സിജോ ചേട്ടൻ തന്നെ അതിന് വലിയ ഉദാഹരണമാണ്. അതുപോലെ ഇവിടെയുള്ള ഓരോ അംഗങ്ങളും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപഴകുന്നവരാണ്. പറയുമ്പോൾ ഇടവകയിൽ നിന്ന് ഒത്തിരി ദൂരെയുള്ള, ഒത്തിരി അകലം പാലിക്കുന്ന കൂട്ടായ്മയാണ് സ്ഥലത്തിൻ്റെ കാര്യത്തിൽ, ദൂരത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ ആ അകലമൊന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കാണാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. കഴിഞ്ഞ ഇടവകയിലെല്ലാ പള്ളി ക്ലീനിങ് ആണെങ്കിലും മറ്റെല്ലാ പ്രവർത്തനം, കഞ്ഞിവെപ്പാണെങ്കിലും ബാക്കി എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെ നിന്ന് ഞങ്ങൾ ദൂരെയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ യൂണിറ്റുകളും, നിങ്ങളുടെ യൂണിറ്റുകൾ എല്ലാവരും തന്നെ സജീവമായിട്ട് ആ പ്രവർത്തനങ്ങളിലെല്ലാം ഭംഗിയായിട്ട് പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ ഭാരവാഹികൾ അതിന് വേണ്ടതായിട്ടുള്ള നേതൃത്വവും നമുക്ക് നൽകാറുണ്ട്. ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ഷാലറ്റ്, കൈക്കാരൻ ജോഷി, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസഫ് വളപ്പില എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റുമാരായ ഫ്രാൻസിസ്, ഔസേപ്പ്, സിജോ എന്നിവർ നേതൃത്വം നൽകി. അനുപമ ജ്യോതിസേ പരമ്പൊരുളേ, അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ. അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. കഴിപ്പുറം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി നാട്ടിക പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ CS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി. നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് നഴ്സ് പ്രിയ മുഖ്യാതിഥിയായിരുന്നു. MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, വോളണ്ടിയർ ലീഡർ ഷാരോൺ, അൽമീനു, മുഹമ്മദ് യാസിർ, അസീം ഉസ്മാൻ, അവിനാഷ്, ശ്രീരുദ്ര, നിരഞ്ജന,
അഞ്ജലി ഹരി എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കും പ്ലാസ്റ്റിക്കിനുമെതിരെയുള്ള ഒരു പ്രോഗ്രാം അവിടുത്തെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ പ്രോഗ്രാമിനോട് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട PTA പ്രസിഡന്റ്, പാലിയേറ്റീവ് ഹെഡ് പ്രിയ മാഡം, PTA അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിവിടെ ഏറ്റവും വലിയ മയക്കുമരുന്നിനും മറ്റുള്ള പ്ലാസ്റ്റിക് കാര്യങ്ങളിലും ഭയങ്കരമായി നമ്മളെ കേരളം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നാട്ടിക ബീച്ച് പാർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ സായാഹ്ന ധർണ. തൃശ്ശൂരിൽ നടക്കുന്ന സ്ത്രീ ശക്തി സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ മോർച്ച സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ യാത്രയ്ക്ക് തൃപ്രയാർ സ്വീകരണം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ജലവിഭവ സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആശയവിനിമയ ശില്പശാല സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.